ചെയ്യുന്ന ജേർണലിങ്ങിൽ നിന്നും ഈ ജേർണലിങ്ങിന് കുറച്ച് പ്രത്യേകതയുണ്ട്. നോർമലി എന്തെങ്കിലും ഒരു തീം വെച്ചിട്ടായിരിക്കും ജേർണലിങ് ചെയ്യുക. പക്ഷേ ഇന്നത്തെ തീം എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ബർത്ത്ഡേ അടുത്ത 2 ദിവസത്തിനുള്ളിലാണ്. സോ കൊച്ചായിരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. എല്ലാവരും കേക്ക് മേടിച്ച് തരണം, അല്ലെങ്കിൽ എന്താ ഒത്തിരി ഗിഫ്റ്റ് കിട്ടണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ടെന്ന്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെയൊന്നും വലിയായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല. സോ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ കുറച്ചായിട്ട് കുറഞ്ഞു വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് റിയാലിറ്റീസൊക്കെ ലൈഫിൽ മനസ്സിലാക്കുമല്ലോ. അപ്പം ഈ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ എൻ്റെ ലൈഫിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജാണ് 21 വയസ്സ്. സോ എൻ്റെ ലൈഫിൽ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ഈ 20-ാം വയസ്സ് എനിക്ക് എങ്ങനെ ആയിരുന്നുവെന്നും എന്നെല്ലാം വെച്ച് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു ജേർണലിങ് എഴുതി. ഇത് എപ്പോഴും എനിക്ക് വളരെ സ്പെഷ്യലായിരിക്കും. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ബർത്ത്ഡേ ജേർണലിങ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം എഴുതുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിലത്തെ കുറച്ച് ഫോട്ടോയും 18-ാമത്തെ വയസ്സിൽ ഞാൻ ആഘോഷിച്ച ബർത്ത്ഡേയിലെ കുറച്ച് ഫോട്ടോസും ഒക്കെ വെച്ചിട്ട് ജേർണലിങ് ചെയ്തു. സോ എങ്ങനെയുണ്ട്? ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്.